വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. മെയ് 16-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ മത്സ്യവ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹാർബറുകളിലും മാർക്കറ്റുകളിലും രൂപീകരിക്കുന്ന മാനേജ്മെന്റ് സൊസൈറ്റികളിൽ മത്സ്യവ്യാപാരികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, അനധികൃത മത്സ്യ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് തടയുക, മത്സ്യ മാർക്കറ്റുകളും ഹാർബറുകളും കാലോചിതമായി നവീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. മെയ് 16-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ എളമരം കരീം MP ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഒരു സംഭവം അറിയും. ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരിൽ ഒരാൾ ഈ തിരിയാൻ മത്സ്യം നിങ്ങളൊക്കെ പത്രത്തിൽ വലിയ ഫോക്കസായി ചർച്ച, ഞാനും ചാനൽ ചർച്ച പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു വീട്ടിൽ മാത്രം ഇങ്ങനെ തിളപ്പിക്കും, മീനിങ്ങനെ തിളക്കുക. മറ്റേ ഒരു 200 ബോക്സ് മീൻ വന്നതിൽ ഒരു ബോക്സിലെ ഒരാളുടെ വീട്ടിൽ മാത്രം തിളക്കുന്ന സ്ഥിതി, അത് ഫോക്കസ് ചെയ്യപ്പെടാം. സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പം മത്സ്യത്തിൻ്റെ മുമ്പത്തെ പോലെ മത്സ്യം ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊടിമില്ല്, ഫിഷ് മില്ലിലേക്ക് പോകുന്നു, പിന്നെ കാലിത്തീറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ റോട്ടിലിറങ്ങിയാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, റോട്ടിൽ ദുർഗന്ധം വമിക്കുന്നത് കാണുമ്പോഴേക്കും മത്സ്യം ഭക്ഷ്യാവശ്യം ഉണ്ടാകണമെന്ന്. അല്ല, 4 തരം മത്സ്യം കേരളത്തിൻ്റെ പാതകളോട് പോകുന്നുണ്ട്. ഒന്ന് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള മാർക്കറ്റിലേക്കുള്ള മത്സ്യം, കാലിത്തീറ്റയ്ക്ക് പിന്നെ ഉപയോഗിക്കുന്നത്, ഫിഷ് മില്ലിലേക്ക് പോകുന്നത്, പിന്നെ ഈ വളത്തിന് പോകുന്നുണ്ട്. ഇതെല്ലാം വലിയ ദുർഗന്ധം. ഞങ്ങളിപ്പോൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ പുറത്തുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ പോകണേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നിങ്ങൾക്കൊരു വണ്ടിയായിട്ട് പുറകെ പോകാൻ കഴിയില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ മത്സ്യവ്യാപാരികൾ 700 രൂപ വില കൊടുത്ത് വാങ്ങിയ ലക്ഷക്കണക്കിന് മത്സ്യബോക്സുകൾ മാർക്കറ്റുകളിൽ നിന്നും ഹാർബറുകളിൽ നിന്നും കളവ് പോയിട്ടുണ്ട്. പല പോലീസ് സ്റ്റേഷനുകളും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടി ഉണ്ടാവുന്നില്ലെന്നും, കാരണം കേരളത്തിനകത്തും പുറത്തും മത്സ്യബോക്സ് മാർക്ക് മാറ്റി വിൽപ്പന നടത്തുന്ന റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ലക്ഷക്കണക്കിന് ബോക്സ് സംഭരിച്ചു വെച്ച് മാർക്ക് ഗ്രൈൻഡർ ഉപയോഗിച്ച് ചുരണ്ടിക്കളഞ്ഞ് വാടകയ്ക്ക് കൊടുത്ത് അവയെല്ലാം കേരളത്തിലെ മത്സ്യ മാർക്കറ്റിലേക്ക് വരികയാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇതിനെതിരെയാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.